ചിക്കാഗോയിലെ ബ്രൈറ്റൺ പാർക്കിൽ ഫെഡറൽ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ യുഎസ് പൗരയായ സ്ത്രീക്ക് നേരെ തോക്ക് ചൂണ്ടി ഭീഷണി മുഴക്കേണ്ട വെളിപ്പെടുത്തൽ ചർച്ചയാവുകയാണ്. ചിക്കാഗോ നിവാസിയായ വിവിയാന കൊറാൾ ആണ് ഫെഡറൽ ഏജന്റുമാർക്കെതിരെ രംഗത്തെത്തിയത്. ഇവരുടെ വെളിപ്പെടുത്തൽ പൗരാവകാശങ്ങളെയും ഇമിഗ്രേഷൻ നടപടികളെയും കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പൊതുസ്ഥലത്ത് നടക്കുന്ന അറസ്റ്റുകൾ ചിത്രീകരിക്കുന്ന പൗരന്മാരുമായി ഫെഡറൽ ഉദ്യോഗസ്ഥർ എങ്ങനെ ഇടപെടണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഇതൊരു പ്രധാന വിഷയമായി മാറിയിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ വീട്ടുമുറ്റത്ത് നിന്ന് ഹോൺ മുഴക്കം കേട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് സംഭവം നടന്നതെന്ന് 4 കുട്ടികളുടെ അമ്മയായ വിവിയാന കൊറാൾ പറയുന്നു. അയൽക്കാരെ ഫെഡറൽ ഏജന്റുമാർ കസ്റ്റഡിയിലെടുക്കുന്നത് കണ്ടതോടെ ഇത് ചിത്രീകരിക്കാനായി കൊറാൾ ഫോണുമായി പുറത്തിറങ്ങി. ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് ഏജന്റുമാരുടെ സമീപത്തേക്ക് നീങ്ങിയപ്പോൾ ഒരു ഏജന്റ് വാഹനം തുറന്ന് തോക്കു ചൂണ്ടി അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഭീഷണിപ്പെടുത്തിയതായി അവർ പറഞ്ഞു. മറ്റൊരു ഏജന്റും തോക്ക് ചൂണ്ടിയിരുന്നുവെന്നും ഇത് വല്ലാതെ ഭയപ്പെടുത്തിയെന്നും അവർ പറഞ്ഞു. ചിക്കാഗോയിൽ അനധികൃത കുടിയേറ്റ വിരുദ്ധ നടപടികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരം സംഭവങ്ങൾ പുറത്തുവരുന്നത്. ബ്രൈറ്റൺ പാർക്ക്, ലിറ്റിൽ വില്ലേജ്, സിസോറോ തുടങ്ങിയ സ്ഥലങ്ങളിൽ യുഎസ് ബോർഡർ പെട്രോളും മറ്റ് ഹോംലാൻഡ് സെക്യൂരിറ്റി വിഭാഗങ്ങളും വീണ്ടും സജീവമായിട്ടുണ്ട്. ഇതിനെതിരെ കമ്മ്യൂണിറ്റി നേതാക്കളും പ്രവർത്തകരും രംഗത്ത് എത്തിയിട്ടുണ്ട്. 2025 ഒക്ടോബറിൽ ബ്രൈറ്റൺ പാർക്കിൽ നടന്ന ഒരു ഓപ്പറേഷനിടെ ഫെഡറൽ ഏജന്റുമാരുടെ വെടിയേറ്റ് ഒരു സ്ത്രീക്ക് പരിക്കേറ്റത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. പൊതുസ്ഥലത്ത് നടക്കുന്ന ഫെഡറൽ ഉദ്യോഗസ്ഥരുടെ നടപടികൾ ചിത്രീകരിക്കാൻ അമേരിക്കക്കാർക്ക് അവകാശമുണ്ടോ എന്ന ഭരണഘടനാപരമായ ചോദ്യം കൊറാളിന്റെ അനുഭവം വീണ്ടും ഉയർത്തിക്കാട്ടുന്നുണ്ട്. 1-ാം ഭേദഗതി പ്രകാരം ഔദ്യോഗിക നടപടികളെ തടസ്സപ്പെടുത്താതെ പൊതുസ്ഥലത്ത് നിയമപാലകരെ ചിത്രീകരിക്കാൻ ആളുകൾക്ക് അവകാശമുണ്ടെന്ന് നിയമവിദഗ്ധർ പറയുന്നു. തോക്ക് ചൂണ്ടിയുള്ള ഭീഷണി മുഴക്കൽ സർക്കാർ നടപടികൾ ചിത്രീകരിക്കുന്ന സാധാരണക്കാരെ ഭയപ്പെടുത്തുകയും പൊതുജനങ്ങളുടെ നിരീക്ഷണം ദുർബലപ്പെടുത്തുകയും ചെയ്യുമെന്ന് പൗരാവകാശ പ്രവർത്തകർ ആശങ്കപ്പെടുന്നു. സമീപകാല കോടതി നടപടികളിൽ ഇമിഗ്രേഷൻ ഏജന്റുമാരും പൊതുജനങ്ങളും തമ്മിലുള്ള മറ്റ് തർക്കങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. അറസ്റ്റുകൾ ചിത്രീകരിക്കുന്നവരുടെ നേർക്ക് ഏജന്റുമാർ തോക്ക് ചൂണ്ടിയിട്ടുണ്ടെന്ന് ചിലർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. മുൻപ് മാധ്യമങ്ങളോടും പൊതുജനങ്ങളോടുമുള്ള ഫെഡറൽ ഉദ്യോഗസ്ഥരുടെ ഇടപെടലിനെതിരെ കോടതികൾ രംഗത്തെത്തിയിരുന്നു. ഇത് ഭീഷണിയും അമിതമായ ബലപ്രയോഗത്തെക്കുറിച്ചുള്ള സമൂഹത്തിന്റെ ആശങ്കകൾക്ക് നിയമപരമായ അടിത്തറ നൽകുന്നു. കൊറാളിന്റെ ആരോപണങ്ങളിൽ ഫെഡറൽ ഉദ്യോഗസ്ഥർ ഇതുവരെ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയിൽ നിന്ന് ഏജന്റുമാരുടെ പെരുമാറ്റത്തെക്കുറിച്ച് മാധ്യമങ്ങൾ പ്രതികരണം തേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഈ സംഭവം ആഭ്യന്തര പരിശോധനകൾക്കോ നയപരമായ മാറ്റങ്ങൾക്കോ വഴിവെക്കുമോ എന്ന് നിയമനിരീക്ഷകർ ഉറ്റുനോക്കുന്നുണ്ട്. അതേസമയം ഫെഡറൽ ഏജന്റുമാരുടെ നടപടികൾ സുരക്ഷിതമായ ദൂരത്തു നിന്ന് ചിത്രീകരിക്കണമെന്ന് കൊറാൾ മറ്റുള്ളവരോട് ഉപദേശിച്ചു. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും സായുധരായ ഫെഡറൽ ഏജന്റുമാർ പ്രവർത്തിക്കുമ്പോൾ സുതാര്യത പ്രധാനമാണെന്നും അവർ പറഞ്ഞു. അതേസമയം ചിക്കാഗോയിൽ നടക്കുന്ന അനധികൃത കുടിയേറ്റ വിരുദ്ധ ഓപ്പറേഷനെ കുറിച്ചുകൂടി നോക്കാം. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി നാട് കടത്തുക എന്ന യുഎസ് സർക്കാർ നയപ്രകാരമാണ് ചിക്കാഗോയിലും റെയ്ഡ് നടക്കുന്നത്. സെപ്റ്റംബറിൽ ഓപ്പറേഷൻ മിഡ്വേ ബ്ലിറ്റ്സ് എന്ന പേരിൽ നടന്ന റെയ്ഡിൽ ഏകദേശം 1600 പേരെ ഇമിഗ്രേഷൻ ഏജന്റുമാർ പിടികൂടിയെന്നാണ് റിപ്പോർട്ട്. അറസ്റ്റിലായവരെ മിഡ്വെസ്റ്റിലെയും മറ്റ് സ്ഥലങ്ങളിലെയും തടങ്കൽ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു.